എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു ഉച്ചവരെയുള്ള ഒരു റൊട്ടീനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് സ്വത്തുട്ടിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒന്ന് മുറിയൊക്കെ ഒന്ന് അയച്ചു കിട്ടണം, പിന്നെ അതേപോലെ തന്നെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം കേട്ടോ. അപ്പം അത് കാരണത്തെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എനിക്ക് തോന്നുന്ന ഒരു 8:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ബുക്കിന്റെ സർവീസ് ബുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അമ്മയുടെ അടുത്താണ്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അമ്മയുടെ വീടിനടുത്ത് വലിയ കനാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പീച്ചി ഡാമൊക്കെ തുറക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ കനാലിൽ വെള്ളം വരും കേട്ടോ. അപ്പോ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, കുളിക്കാറുണ്ട്, കളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വീടൊക്കെ എത്തി ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടുത്തെ പട്ടിക്കുട്ടിയല്ല, പട്ടിയാണ് ജൂലി. അവള് പ്രസവിച്ചു കേട്ടോ. 4 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ ശീലായി. സ്വത്തൊട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ സ്വത്തൊട്ടി ഭയങ്കര ഇഷ്ടമാണ് അവന്, പക്ഷെ തൊടാനൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്ക് ഭയങ്കര പരിചയമുള്ള പോലെയൊക്കെയാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടില് കുക്കുണ്ടല്ലോ, അപ്പൊ അത് കാരണം അവന് അവിടെ ചെന്നാലും പട്ടി പൂച്ച അതിനെ പരിപാലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ഞങ്ങള് ശരിക്കും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ പാൽ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത്. വേറെ ഒന്നും പലഹാരമൊന്നും വെക്കൊന്നും ചെയ്തില്ല. കാരണം എണീറ്റ് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ്. ഞാൻ സൺഡേ ഇടണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ എനിക്ക് സൺഡേ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ദേ ഞങ്ങള് അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് വണ്ടി എടുത്തത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. പക്ഷെ നമ്മുടെ സർവീസ് ഷോപ്പൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള പട്ടിക്കാടൊക്കെ ഉണ്ട്. അപ്പോ പട്ടിക്കാട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കടയൊന്നും തുറന്നിട്ടില്ല. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് വരാന്ന്. അപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വേഗം കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ച്. ഹോസ്പിറ്റലും ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമ്മുടെ സർവീസ് ചെയ്യണ ചേട്ടന്മാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ പോവാന്ന്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്വത്തിട്ടിയുടെ മുറിയൊക്കെ അയച്ച് കെട്ടിയിട്ട് പിന്നെ ഞങ്ങൾ വരികയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സർവീസിന് വണ്ടിയൊക്കെ കൊടുത്തിട്ട് ചേട്ടന്റെ കൂട്ടുകാരന്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ക്യാഷൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ആ വണ്ടിയിലാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഉള്ള ജോലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ചധികം പണികളുണ്ടായിരുന്നു. കറിയൊന്നും വെക്കേണ്ടതില്ലായിരുന്നു കേട്ടോ. കാരണം തലേ ദിവസത്തെ മീൻ കറി ഉണ്ട്. അപ്പൊ അത് കാരണം കറിയൊന്നും വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഞാനിതാ വേഗം ചായ ഒന്നുകൂടി വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ മാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് ഞാൻ മാഗി മേടിച്ചു. കാരണം വീട്ടിൽ വന്നിട്ട് ചോറ് വെക്കലും ഒക്കെ ആവുമ്പോൾ കുറച്ച് നേരം വൈകുകയുള്ളൂ. ഇപ്പൊ തന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാഗി കഴിക്കാന്ന്. അപ്പൊ വരുമ്പോ തന്നെ ഞാൻ മാഗി മേടിച്ചു. അപ്പൊ അതെ മാഗി ഉണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട്. അപ്പുറത്ത് അടുപ്പത്ത് ഞാനിതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് മാഗി കഴിക്കാലോ. അപ്പൊ അത് മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സത്യത്തില് മാഗി കഴിക്കാൻ അധികം പാടില്ല എന്ന് പറയാ. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ടൊന്നും മാഗി കഴിക്കുന്നില്ലല്ലോ. വല്ലപ്പോഴും ഇതേപോലെ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവിടെ മാഗി മേടിക്കാറ് കേട്ടോ. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്നും അങ്ങനെ മാഗി മേടിക്കാറൊന്നുമില്ല. പിന്നെ ഈ മാഗി ഉണ്ടാക്കണ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് തിന്നാനൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആകെ ഞെട്ടിപ്പോകും. നമുക്ക് ആകെ അയ്യോ തിന്നണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോവും. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നാലും നമ്മൾ വാങ്ങിക്കും. അതങ്ങനെയാണ് അല്ലേ. അപ്പൊ അതേ കറി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇപ്പി മാഗിയുടെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ മസാലകളാണ് അല്ലേ. എനിക്കതിന്റെ മസാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനും മാഗി വെക്കുക, ആദ്യം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് മാഗി ഇട്ടിട്ട് പിന്നെ ഓരോ പാക്കറ്റായിട്ട് അതിന്റെ മസാലകൾ ഇടണം കേട്ടോ. ഏറ്റവും അവസാനത്തേക്ക് ഞാൻ ഒരു പാക്കറ്റ് മസാല മാറ്റി വെക്കും. കാരണം ഏറ്റവും അവസാനം ഒക്കെ ആയി കഴിയുമ്പോൾ അവസാനത്തെ മസാലപ്പൊടി ഇടും. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെച്ചിട്ട് കഴിക്കാൻ. അതിന്റെ ആ ഒരു കടിക്കാൻ കിട്ടുന്ന മസാലയുടെ ചെറിയ പയറിന്റെയും ക്യാരറ്റിന്റെയും ഒക്കെ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ മാഗി വെക്കുക.
അപ്പോൾ അത് മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പം അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറി ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചിട്ടല്ലേ കറി വെച്ചത്. അപ്പം അത് കാരണം അധികം അങ്ങോട്ട് തിളച്ച് പൊങ്ങാൻ പാടില്ല, കേട് വന്ന് പോകുള്ളൂ. അപ്പം ഞാൻ ചെറിയ ലോ ഫ്ലെയിമിനാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അതേ കറി ഇതാ തിളയ്ക്കണുള്ളൂ. പിന്നെ അതേ മാഗി ഉണ്ടല്ലേ, കുറച്ചും കൂടി വെള്ളം ഉണ്ട് കേട്ടോ. അതൊന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. അപ്പം എനിക്ക് ഇങ്ങനെ ലൂസായിട്ടും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആ മസാലയുടെ വെള്ളം കൂട്ടിയിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കേട്ടോ. പിന്നെ ഞാനത് പ്ലേറ്റൊക്കെ എടുത്തിട്ട് എന്താ പറയുക, വിളമ്പാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും എനിക്കും ഉണ്ണിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സ്വത്തൊട്ടിക്കാണ് ആ സ്റ്റീലിൻ്റെ പ്ലേറ്റ് കേട്ടോ. പൊട്ടണ പ്ലേറ്റിൽ അവൻ കഴിക്കും, പക്ഷെ പൊട്ടി കഴിഞ്ഞാലോ വിചാരിച്ച കാരണമാണ് ആ പ്ലേറ്റിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാഗി 3 പേർക്കും വിളമ്പുകയാണ്. പിന്നെ വന്ന ഉടനെ തന്നെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ വേഗം അതായത് ഉണ്ണിക്കായാലും വിശക്കുണ്ടാവില്ല, അത് കാരണം ഞാൻ ഡ്രസ്സൊന്നും മാറ്റാൻ വേണ്ടി നിന്നില്ല. അതുകൊണ്ടാണ് മാഗിയും മേടിച്ചത്. അവന് ഇഷ്ടമാണ് മാഗി കേട്ടോ, മാഗി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ വേഗം പോയിട്ട് കിച്ചണിലേക്കാണ് കയറിയത് കേട്ടോ. ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. ഇനി എന്തായാലും പണികളൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം അഴുക്ക് പിടിച്ച് പണിയുന്ന പരിപാടികളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. പിന്നെ അവിടെ കിച്ചണിൽ നിൽക്കുമ്പോഴുള്ള കോട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ആവശ്യം നമുക്ക് വരാറില്ല കേട്ടോ. അത് കാരണം അതൊന്നും ഇല്ല. പക്ഷേ ഒരെണ്ണം അതേപോലെ വാങ്ങിച്ചു വെക്കണം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനത്തെ എമർജൻസി വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എങ്ങാനും വല്ല നല്ല ഡ്രസ്സിൽ കറയായി കഴിഞ്ഞാലോ, അത് പിന്നെ പിന്നെ നല്ല ഡ്രസ്സിലായി കഴിഞ്ഞാൽ കഴുകി കളയാനും ബുദ്ധിമുട്ടായിരിക്കും. ഒരെണ്ണം വാങ്ങിച്ച് വെക്കണം എന്നുണ്ട്. വാങ്ങണം കേട്ടോ. അതാ ഞാൻ 3 പേർക്കും കൂടിയിട്ട് നമ്മുടെ മാഗി വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളത് പോയിട്ടൊന്ന് കഴിക്കും. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ അടുത്ത പരിപാടി തുടങ്ങുക കേട്ടോ. അപ്പോൾ അത് 3 പേർക്കും എന്താ പറയുക, ഈക്വലായിട്ട് ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാഗി ഞങ്ങൾ ഇതായി കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോഴും നമ്മുടെ കറിയൊക്കെ ചൂടാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കുക. കറി ഞാൻ മിനിഞ്ഞാന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനി അതായത് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അത് കാരണം ഇനി നന്നായി പതഞ്ഞു പൊങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി കേട് വന്നാൽ അത് നമുക്ക് നഷ്ടമല്ല. അപ്പം അത് കാരണം ഞാൻ കുറച്ച് ഫ്ലെയിമിൽ വെച്ചേക്കണത്. ചൂടാവുന്നേ ഉള്ളൂ കേട്ടോ. ആ സെൻട്രലത്തെ ഗ്യാസിൻ്റെ ബേണറാണെങ്കിൽ ചെറുതാണ് കേട്ടോ. അപ്പം അത് കാരണം മെല്ലെ മെല്ലെയാണ് അത് ചൂടാവുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വീഡിയോസ് ഒന്നും കാണാനില്ല, എനിക്ക് ഡിലീറ്റ് ആയി പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. എന്നോട് ക്ഷമിക്കുക. ഞാൻ അതിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത്. പക്ഷെ അവസാനം എത്തിയപ്പോൾ വീഡിയോസ് ഒന്നും കാണാനില്ല. അപ്പം നാളെ നമുക്ക് മൊത്തത്തിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.